അനൂപടി ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അനൂപടി ഇതല്ലെങ്കിൽ വേറൊന്നിലും വരുമായിരുന്നു. അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം മറ്റു മേഖലകളിൽ നിന്ന് സമരങ്ങളൊക്കെ നയിച്ച് അദ്ദേഹം കയറി വന്ന ആളാണ്. അദ്ദേഹത്തിന് വളരെ സാധാരണക്കാരൻ, ഏറ്റവും ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന ആൾ, ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ കുമ്മനം രാജശേഖരനെ ഏറ്റവും മാക്സിമം അപമാനിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഏറ്റവും അവസാനം അദ്ദേഹത്തിന് മിസോറാം ഗവർണറായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ട്രോളല്ല എന്ന് എഴുതി കാണിച്ച് അദ്ദേഹമല്ല വേറെ ആരാണെങ്കിലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതാണ്. അപ്പം ഇവർക്കൊരു അവജ്ഞയും ഒരു ഭയവും എല്ലാം കൂടെ ചേർന്ന ഒരു വികാരമുണ്ട്. ഒരാൾ അങ്ങനെ അങ്ങ് ലൈം ലൈറ്റിൽ വന്നാലോ. അനൂപ് ആൻ്റണിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കങ്ങനെ വലിയ അടുത്ത പരിചയമൊന്നുമില്ല, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അനൂപ് ആൻ്റണിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യങ് ലീഡറാണ്, ക്രിസ്ത്യൻ സമുദായാംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇയാളെ ആദ്യമേ തലക്കടിച്ചിരുത്തണ്ടേ, എന്നാലല്ലേ നമ്മുടെ അജണ്ട ഇവിടെ മുമ്പോട്ട് പോകും. അപ്പോൾ അത് ഇതെല്ലാം ഈ ഒരു അവസരം ഉപയോഗിച്ച് ഇവർ ചെയ്യുകയാണ്.